സത്യത്തിൽ ഞാനൊന്ന് മറന്നുപോയി. ആ കാറ്റടിച്ചപ്പോൾ ഞാൻ മറന്നുപോയി. അപ്പോൾ ആദ്യം ഇടേണ്ട സ്പൈസസ് ആണ് ഇതിട്ട. ഒരു 3-4 കുരുമുളക് ഇട്ട് കൊടുക്കുക. ഗ്രാമ്പ് ഇടണം, ഏലക്കായ 2 പട്ട. ആദ്യം ഉള്ളിടുന്നതിൻ്റെ മുന്നെയാണ് ഇട്ടിടേണ്ടത്. പക്ഷെ ഞാൻ മറന്നുപോയി. നല്ല കാറ്റടിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടെല്ലാം നോക്കിയിട്ടാണ് അത് കിച്ചണിൽ ഇങ്ങനെ ചെയ്തത്. അപ്പം കണ്ടോ, അതൊന്ന് നല്ലോണം വഴന്ന് വരട്ടെ കേട്ടോ. അപ്പം നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് തക്കാളി ഇടുക. കരിവേപ്പില ഇട്ടു കേട്ടോ. കരിവേപ്പില ഇടുക. എൻ്റെ വീട്ടിൽ മിക്ക ദിവസവും എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കി തരിക പത്തിരിയാണ്. അല്ലെങ്കിൽ പത്തിരി മുട്ടക്കറി, അല്ലെങ്കിൽ പത്തിരി നമ്മൾ ചീരയൊക്കെ ഉണ്ടല്ലോ, മുരിങ്ങയുടെ ഇലയൊക്കെ നല്ല ടേസ്റ്റാണത്. മുരിങ്ങ മാത്രം വെച്ചിട്ടൊരു കറി ഉണ്ടാക്കി തരും. കോഴിക്കോടൊക്കെ അങ്ങനെ ചിലപ്പോൾ മീൻ കറി ഉണ്ടാകും. അങ്ങനെ മിക്ക ദിവസവും കോഴിക്കോട് പത്തിരിയാണ് ഉണ്ടാകുന്നത്. അപ്പം ഇന്ന് ഉമ്മച്ചീൻ്റെ പത്തിരി മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ ഉമ്മച്ചി വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പം ഉമ്മച്ചിക്കൊന്നും കഴിയില്ല ചെയ്യാൻ. അപ്പം ഉമ്മച്ചിൻ്റെ അടുത്ത് പഠിച്ച ആ പത്തിരി മുട്ടക്കറി അത് നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പോണതിൻ്റെ മുന്നേ കഴിക്കാനിരിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വല്ലാത്തൊരു രസമാണ് അവരുടെ കൈകൊണ്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് തോന്നില്ല. നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതാണ് നമ്മുടെ അമ്മമാരുടെ കാലം അടുക്കളയിൽ വരാതിരിക്കുമ്പോൾ നമുക്ക് ആകെ ഉണ്ടാവുന്ന മിസ്സിങ് ഒക്കെ അതാണ്. ഇപ്പോൾ കണ്ടോ, തക്കാളിയൊക്കെ നല്ല ടേസ്റ്റായി വരണം കേട്ടോ. നല്ലോണം ഇങ്ങനെ ആയതിന് ശേഷം ഇങ്ങനെ കയ്യിൽ നമ്മുടെ ആ ചട്ടകം കൊണ്ടൊന്നിങ്ങനെ മരത്തിൻ്റെ ചട്ടകം കൊണ്ടൊന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മസാല നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിനകത്ത് ഇതാക്കി വെച്ച മസാലയാണ് കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് നമ്മൾ ഗരം മസാലപ്പൊടി എടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഇട്ടത് കൊണ്ട് എരിവ് കൂടാൻ പാടില്ല. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ വെള്ളം എടുത്തിട്ട് ശരിക്കും ഇങ്ങനെ കലക്കി ഒഴിക്കണതാണ് നല്ലത്. നമ്മൾ ശരിക്കും സത്യത്തിൽ ഇങ്ങനെ എടുത്തിടും. അത് എടുത്തിടുമ്പോൾ അതിനേക്കാട്ടിലും ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ കലക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുക. പണ്ട് കാലത്ത് നമ്മൾ അമ്മിമേലൊക്കെ അരക്കില്ലുണ്ട്, അമ്മിമേൽ അരച്ചെടുത്ത് അതിൻ്റെ വെള്ളം കൂട്ടിയെടുക്കും. അപ്പോൾ ആ മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാകുക. അപ്പോൾ അതേ ടേസ്റ്റ് കിട്ടും നമ്മൾ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ധൃതിക്ക് വേണ്ടി നമ്മളിങ്ങനെയൊക്കെ എടുത്ത് അതിനകത്തേക്ക് ഇടും നമ്മൾക്കിടെ അളവിനനുസരിച്ച്. അപ്പോൾ അതിലും ടേസ്റ്റാണ് നമ്മളിങ്ങനെ കലക്കി വെച്ചിട്ട് ആഡ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കലക്കി വെച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അമ്മിയിൽ അരച്ചതുപോലെ തന്നെ ബാക്കിയുള്ള വെള്ളം കൂടി എൻ്റെ ചുഴറ്റി പാർന്ന് ഒഴിക്കുക. നമ്മൾ നന്നായിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഞാനിതുവരെ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാനാവുന്നുള്ളൂ കേട്ടോ. ഇതിനി കിടന്നിട്ട് ഇപ്പം നമ്മളിടുമ്പോൾ ഈ പച്ചമണം ഉണ്ട്. ഇപ്പം നമ്മൾ മസാല ഇട്ടപ്പോൾ ഈ പച്ചമണം മാറണം. ഈ സ്മെല്ല് മാറിയിട്ട് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പം അതുവരെ ഇതാവട്ടെ കേട്ടോ. അപ്പം നമ്മൾ തുറന്ന് നോക്കട്ടെ. അപ്പം തുറന്ന് നോക്കുമ്പോൾ കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലോണം മുകളിലേക്ക് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പം കണ്ടില്ലേ മസാല, നോക്കി നോക്കൂ, കണ്ടില്ലേ മസാല നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയാണ് ഇടണം കേട്ടോ. മുട്ട ഇടുമ്പോൾ ഈ മുട്ടയിലൊന്ന് മസാല പിടിക്കണം. അപ്പം മുട്ട ഇടുമ്പോൾ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള മുട്ടയൊക്കെ ഞാനിങ്ങനെ വരിഞ്ഞതാണ് കേട്ടോ. വരിഞ്ഞ മുട്ടയാണ് ഇടുന്നത് കണ്ടോ. ഇങ്ങനെ വരിഞ്ഞ മുട്ട ഇടുക. ഇനി നമ്മൾ ഈ മസാലയിൽ ഇങ്ങനെ കവറാകണം കണ്ടോ. ഇങ്ങനെ കവറാകുക. ഉടയാതെ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ഉടയാതെ ചെയ്യണം.
ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അരച്ച് വെച്ച തേങ്ങ നമ്മൾ എടുത്തിട്ട് ഒഴിക്കണം. വേണ്ട, തേങ്ങ അരച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. പക്ഷെ ചൂടായ സാധനത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് മാറിപ്പോകും. ചൂടിലേക്ക് എപ്പോഴും ചൂടുള്ളത് ഒഴിക്കുക. നമ്മൾ കുഴച്ചൊക്കെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പച്ചവെള്ളം ആഡ് ചെയ്യേണ്ടത് പച്ചവെള്ളം ആഡ് ചെയ്യുക. പക്ഷെ ചൂടിലേക്ക് നമ്മൾ ഒരിക്കലും പോയിട്ട് പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പം ഞങ്ങളുടെ ചൂടാക്കി വെച്ച വെള്ളം ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഒഴിക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സി കഴുകിയിട്ട് നമ്മൾ ആ വെള്ളം ഒഴിക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളം വേണം. കണ്ടോ, ഇത് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം കണ്ടില്ലേ, മുട്ടക്കറി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഓരോ കറിക്കും ഓരോ ഇതാണ് കേട്ടോ. ഇവിടെ കൂടുതൽ ഉപ്പ് ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുന്നുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ തിളച്ച് വരുന്നുണ്ടല്ലോ. തേങ്ങ കുറേ സമയം തിളക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് തൂമിച്ചൊഴിക്കുക കേട്ടോ. താളിച്ചൊഴിക്കുക, തൂമിച്ചൊഴിക്കുക എന്നൊക്കെ പറയും കേട്ടോ. ചട്ടി അടുപ്പിൽ വെച്ചു കേട്ടോ. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായിട്ട് നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിക്കുക. കുറച്ചൊഴിച്ചാൽ മതി. നേരത്തെ താളിച്ച് വെച്ചതാണ്, നേരത്തെ നമ്മൾ വാട്ടിയതല്ല, ഒന്ന് കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നന്നായിട്ട് ചെറിയ ഉള്ളി ആഡ് ചെയ്യുക. ഇത് ശരിക്കൊന്ന് ഇതായിട്ട് വരട്ടെ, ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഉള്ളി മൂത്ത് വന്ന് ഇത് നമ്മൾ കുറച്ച് പച്ചമുളക് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടുക കേട്ടോ. കുറച്ച് പച്ചമുളക് ഇടുക. അതും ഒന്ന് ഇതായതിന് ശേഷം ഇനി നമ്മൾ കരിവേപ്പിലിടുന്നു കേട്ടോ. കരിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഇനി നമ്മൾ ഈ ചട്ടിയിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി കുറച്ച് മല്ലിയില മുകളിൽ തൂക്കി കൊടുക്കുക കേട്ടോ. മല്ലിയില തൂക്കി കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വയ്ക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ കറി ഉണ്ടാക്കിയിട്ട് ഒന്ന് തന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതില്ല. എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ മക്കളൊന്ന് ചെയ്യണേ. ഓക്കെ, ഇനി ഞാൻ പത്തിരിയും കൂടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ.